അഹങ്കാരത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ ഇവയെല്ലാം. പെട്ടെന്ന് കോപിക്കുന്നു. മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കുന്നില്ല. എനിക്കെല്ലാം അറിയാം, എനിക്കെല്ലാം കഴിയും, ഞാൻ എന്തോ ആണെന്ന് ചിന്തിക്കുന്നു. തന്റെ കഴിവിലേക്കും നേട്ടങ്ങളിലേക്കും മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നു. വിമർശനം കേട്ടാൽ പൊട്ടിത്തെറിക്കുന്നു. വിമർശകരിൽ നിന്ന് അകന്നു പോകും. വാക്കുകളെ ചൊല്ലി തർക്കത്തിൽ ഏർപ്പെടും. ക്ഷമിക്കാൻ സാധിക്കില്ല. തിരുത്തലുകൾ സ്വീകരിക്കില്ല. വിധേയപ്പെടില്ല. പരാതിപ്പെടുകയും പിറുപിറുക്കുകയും ചെയ്യുന്നു. സ്വയം നശിച്ചാലും തോറ്റുകൊടുക്കില്ല. സ്വന്തം നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അവയിൽ കുടുങ്ങിക്കിടക്കും. ദൈവത്തിൽ ആശ്രയിക്കില്ല. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞും താഴ്ത്തിക്കെട്ടി സംസാരിച്ചും നടക്കും. തോറ്റാൽ തോൽപ്പിച്ചവരോട് പകവെച്ച് പുലർത്തുന്നു. സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാതെ അത് ആവർത്തിക്കുന്നു. നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനോ ഉള്ളത് നിലനിർത്താനോ സാധിക്കില്ല. തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുന്നു. തെറ്റായ പഠനങ്ങളിൽ പെട്ടെന്ന് വീഴുന്നു. വീരവാദം മുഴക്കുന്നു. അഹങ്കാരികൾ സാധാരണ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ: എന്നെ അറിയിച്ചില്ല, എന്നോട് ആരും പറഞ്ഞില്ല, ഇതിലും നന്നായി ഞാൻ ചെയ്തു കാണിക്കാമായിരുന്നു, എനിക്കറിയും പോലെ നിങ്ങൾക്ക് അറിയില്ല, ഞാൻ ചത്താലേ ഇതിവിടെ നടക്കൂ, എന്റെ അടുത്ത് നിങ്ങളുടെ ഒരു കളിയും നടക്കില്ല, നിനക്ക് എന്നെ ശരിക്കും അറിയില്ല, ഞാൻ നല്ലത് രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട്, എന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, ഞാൻ ആരാണെന്ന് അവനെ ഞാൻ കാണിച്ചു കൊടുക്കാം, ഞാൻ ഇതെത്ര കണ്ടതാ, എന്റെ ഒരു മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ, നിന്റെയൊന്നും സഹായമില്ലാതെ ജീവിക്കാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ബാധകമാണെങ്കിൽ ചിന്തിക്കുക, ഞാനൊരു അഹങ്കാരിയാണോ? അഹംഭാവം നമ്മെ ആരൊക്കെ ആക്കി തീർക്കുമെന്ന തോന്നൽ ഉള്ളിൽ കുടിയേറിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് നമ്മുടെ വിജയത്തിന്റെ തുടക്കമല്ല, തകർച്ചയുടെ തുടക്കമാണ്. ചില നേരം നമ്മൾ അറിയാതെ അഹങ്കരിച്ചു പോകും. നമ്മൾ ആരൊക്കെയോ എന്തൊക്കെയോ ആണെന്ന്. ഒരു വഴിപോക്കന്റെ വേഷം മാത്രമേ നമുക്കുള്ളൂ എന്ന് തിരിച്ചറിയുന്ന നിമിഷം അവിടെ തീരും ആ അഹങ്കാരം. നമ്മൾ മനുഷ്യർ. ഒന്നിന്റെ പേരിലും അഹങ്കരിക്കരുത്. ഒരാളെയും വിഷമിപ്പിക്കരുത്. സൗന്ദര്യവും ആയുസ്സും സമ്പത്തും നഷ്ടപ്പെടാൻ ഒരു സെക്കൻഡ് പോലും വേണ്ട എന്ന് മറക്കാതിരിക്കുക. അഹങ്കാരം തലയ്ക്ക് പിടിച്ചവർക്ക് ഒരിക്കലും മറ്റുള്ളവരെ അംഗീകരിക്കാനോ ബഹുമാനിക്കാനോ കഴിയില്ല. അഹങ്കാരത്തിന്റെ എതിർപദം വിനയമാണെങ്കിലും ഈശ്വരന്റെ പുസ്തകത്തിൽ അതിന്റെ എതിർപദം തിരിച്ചടികളാണ്. നമുക്ക് അഹങ്കാരമുണ്ടെന്ന് ചെറിയ തോന്നലെങ്കിലും വന്നാൽ വൈകിയിട്ടില്ല, മാറ്റം വരുത്തുക. പഠിക്കാനും ചിന്തിക്കാനും ഏറെയുണ്ട്. നമ്മുടെ വാക്കുകൾ, പ്രവൃത്തികൾ, സ്വഭാവം എല്ലാം സ്വയം തിരുത്തുക. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ.